ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സാൻഡ്വിച്ച് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ സാൻഡ്വിച്ച് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഫസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് സവാളയാണ്. അപ്പോൾ ഒരു വലിയ സവാളയുടെ പകുതി സവാള എടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ക്യാരറ്റും കൂടിയാണ്. അപ്പോൾ ഒരു മീഡിയം സൈസ് ക്യാരറ്റിൽ ഒരു ക്യാരറ്റ് എടുത്തിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് കത്തി വെച്ചിട്ട് അരിഞ്ഞെടുത്തതല്ല, ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതും കൂടി ചേർക്കുകയാണ്. കൂടെ തന്നെ അതുപോലെ പിന്നെ നമുക്ക് വേണ്ടതാണ് കുറച്ച് ക്യാബേജും കൂടി. അപ്പോൾ നമുക്ക് ഏതൊക്കെ വെജിറ്റബിൾസ് ആണോ കൂടുതൽ ഇഷ്ടം ആ വെജിറ്റബിളിൻ്റെ അളവ് കുറച്ച് കൂടുതൽ ചേർക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു അളവിലാണ് ക്യാബേജ് എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ചേർക്കുകയാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 2 മുട്ടയും കൂടിയാണ്. അപ്പോൾ നമുക്കിഷ്ടമുള്ള സാധാരണ നാടൻ മുട്ടയോ താറാമുട്ടയോ ഏത് മുട്ടയായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 2 കോഴിമുട്ടയും കൂടി നമുക്കിതിൻ്റെ കൂടെ ചേർക്കാം. 2 മുട്ടയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടിയാണ്. 1/2 ടീസ്പൂണിൽ അല്പം കുറവായിട്ടാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർക്കാം. കുരുമുളക് പൊടിക്കൊപ്പം തന്നെ പിന്നെ നമുക്ക് വേണ്ടത് ഒരല്പം ചില്ലി ഫ്ലേക്സും കൂടിയാണ്. അപ്പോൾ അതും ചേർക്കുകയാണ്. ഇത് രണ്ടും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയാണ്. അപ്പോൾ വളരെ കുറച്ച് മാത്രം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് വേണ്ടത് പെട്ടെന്ന് തന്നെ ഇതൊരു ഫ്രൈയിങ് പാനിൽ വെച്ചിട്ടൊന്ന് പൊരിച്ചെടുക്കണം. പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം ബട്ടർ കൂടിയാണ്. ഞാനിപ്പോൾ ഏകദേശം 1 ടീസ്പൂൺ അളവിൽ ബട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇത് രണ്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ ഓയിൽ ചേർത്താലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ബട്ടർ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെക്കരുത്, എങ്കിൽ പിന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ബട്ടറൊക്കെ നല്ലതുപോലെ ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ പിന്നെ ആ പാനിൻ്റെ ചുറ്റിലും ഒന്ന് ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുട്ടയുടെ മിക്സ് ഒന്ന് ചേർക്കാം. നമ്മുടെ ബ്രെഡിൻ്റെ സൈസ് അനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് ഒരല്പമായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ചെറിയൊരു കുട്ടി ദോശയുടെ ഷേപ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു സ്ക്വയർ ഷേപ്പിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കത് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് വന്നോളും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു സമയം 2 എണ്ണമാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇനി 2 എണ്ണം കൂടി തയ്യാറാക്കി എടുക്കാനുള്ള മിക്സ് നമ്മുടെ കയ്യിലുണ്ട്. ഒരു സൈഡ് നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നല്ലതുപോലെ വെന്ത് കുഴയാൻ പാടില്ല. അതിൻ്റെ പേരിൽ മാത്രം ചെറിയ രീതിയിൽ മാത്രം നമ്മളൊന്ന് വേവിച്ചെടുത്താൽ മതിയാവും. ഇതുപോലെ 2 സൈഡും നല്ലതുപോലെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുക്കാവുന്നേ ഉള്ളൂ. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു 30 സെക്കൻഡ് മാത്രം നമ്മളിത് വേവിച്ചെടുത്താൽ മതിയാവും. ഒരുപാട് സമയത്ത് വേവിക്കണ്ട. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള 2ഉം കൂടി ചെയ്തെടുക്കാം. നമ്മുടെ വെജ് ഓംലെറ്റ് എല്ലാം നല്ലതുപോലെ തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിപ്പോൾ ഒരു 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സാൻഡ്വിച്ച് തയ്യാറാക്കാനുള്ള ബ്രെഡാണ് ഈ 4 ബ്രെഡ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മയണൈസും കൂടിയാണ്. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ അളവിലാണ് മയോനൈസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എഗ് മയോനൈസും എഗ്ലെസ് മയോനൈസിൻ്റെയും 2 റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ മയോനൈസ് ചെയ്ത് നോക്കിയിട്ട് ശരിയാകാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ 2 മയോനൈസും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന മയോനൈസാണ് അത് രണ്ടും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ മയോനൈസ് നമുക്ക് ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഇതൊന്ന് വ്യക്തമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതുപോലൊരു പ്ലേറ്റ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ പ്ലേറ്റ് എടുക്കേണ്ട ഒരാവശ്യമില്ല. നമ്മൾ നേരത്തെ വെജ് ഓംലെറ്റ് തയ്യാറാക്കിയെടുത്ത ആ ഫ്രൈയിങ് പാനിൽ വെച്ചിട്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇതുപോലെ എത്രത്തോളം മയനൈസ് നമുക്ക് വേണോ അത്രയും മയനൈസ് നമുക്ക് നമ്മുടെ ഈ ബ്രെഡിലേക്ക് ഒന്ന് പുരട്ടി കൊടുക്കാം. മയോനൈസ് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെജ് ഓംലെറ്റും കൂടിയാണ്. അപ്പോൾ അതും ഇതിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ഈ ഒരളവിൽ നമ്മുടെ ബ്രെഡിൻ്റെ ആ ഒരു കറക്റ്റ് അളവിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ അതിനുള്ളിൽ നിന്നോളും. അതിന് വേണ്ടിയിട്ടാണ് ഇത് രണ്ടും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിലേക്ക് ഒരല്പം മയോനൈസ് കൂടി വീണ്ടും വെച്ച് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം മതിയാവും. പിന്നെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചിലർക്ക് മയോനൈസിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമായിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വെക്കാൻ പ്രശ്നമൊന്നുമില്ല. മയോനൈസ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ടൊമാറ്റോ സോസും കൂടിയാണ്. അപ്പോൾ ഈ ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് തയ്യാറാക്കി നോക്കിയിട്ട് വളരെ നല്ല അഭിപ്രായം പറഞ്ഞൊരു റെസിപ്പിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ആവശ്യമുള്ളവരെല്ലാവരും ഒന്ന് കണ്ടു നോക്കിയേക്കണം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ടൊമാറ്റോ സോസും വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റൊരു ബ്രെഡ് എടുത്ത് ഇതൊന്ന് കവർ ചെയ്യാം. കവർ ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് നേരെ തന്നെ ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇതുപോലൊരു പ്ലേറ്റിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ലാന്ന്. പെട്ടെന്ന് തന്നെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ അതേ സെയിം ഫ്രൈയിങ് പാനിലേക്ക് തന്നെ വീണ്ടും ഒരല്പം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറെല്ലാം നല്ലതുപോലെ ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബ്രെഡ് ഓരോന്നായിട്ട് വെക്കാം. നമ്മുടെ ഈ സാൻഡ്വിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഇതിന് മുകളിലേക്ക് ഒരല്പം ബട്ടർ ഒന്ന് പുരട്ടി കൊടുക്കാം. ബട്ടർ ഇല്ലെങ്കിൽ നെയ്യോ ഓയിലോ ഒന്ന് പുരട്ടി കൊടുത്താൽ മതിയാവും. ഒരു സൈഡ് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ കളർ വരുന്നവരെ മാത്രം നമ്മളൊന്ന് ടോസ്റ്റ് ചെയ്താൽ മതിയാവും. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സാൻഡ്വിച്ച് റെസിപ്പിയാണ്. ഒരുപാട് പേർക്ക് അറിയാവുന്നതായിരിക്കും നമ്മുടെ ഈ വെജ് ഓംലെറ്റ് തയ്യാറാക്കാനായിട്ട്. പക്ഷേ നമ്മൾ ഈ വെജ് ഓംലെറ്റ് തയ്യാറാക്കിയിട്ട് ഇതുപോലൊരു സാൻഡ്വിച്ചിൽ വെച്ച് കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഉറപ്പായിട്ട് ഇതുപോലെ കഴിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടമാവുന്ന ഒന്നായിരിക്കും. നല്ലൊരു ചൂട് ചായയുടെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു റീഫ്രഷ്മെൻ്റ് ആയിട്ടുള്ള ജ്യൂസിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പറായിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിച്ചേക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. Take care, dear friends.